ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് കുമ്പളങ്ങി അർദ്ധനാരീശ്വര ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി ഇല്ലിക്കൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 700 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ദേവീ ക്ഷേത്രം കേരള ബ്രാഹ്മണരുടെ വകയായി ഇവിടെ ഉണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ ഈ ക്ഷേത്രം കണ്ണമാലിയിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരായ കമ്മത്തികളെ നമ്പൂതിരിമാർ ഏൽപ്പിച്ചു. ഇവിടെ ലക്ഷ്മി നാരായണ വിഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പഞ്ചലോഹ വിഗ്രഹം നമ്പൂതിരിമാർ കൊണ്ടുപോയി. അതിനുശേഷം കമ്മത്തികൾ ക്ഷേത്രത്തിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ കമ്മത്തികൾ ക്ഷേത്രഭരണം നടത്തി വന്നു. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കണ്ണമാലിയിൽ നിന്ന് ഇല്ലിക്കൽ വന്ന് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ കമ്മത്തികൾക്ക് ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഈ കമ്മത്തികൾ ഈ ക്ഷേത്രവും സ്ഥലവുമെല്ലാം അവിടെയുള്ള ഈഴവരെ ഏൽപ്പിച്ചു. ക്ഷേത്രം ഇവരുടെ കയ്യിൽ വന്നു ചേർന്നതോടെ ക്ഷേത്രകാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും അതിനായി ഒരു സഭ രൂപീകരിക്കണമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ രൂപീകരിച്ച സഭയാണ് വിജ്ഞാനപ്രദായിനി. ഈ സഭക്കാർ ഒരു ദിവസം ഗുരുദേവനെ ചെന്ന് കണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പുതിയ പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ക്ഷേത്രത്തിൽ ഇപ്പോൾ നടത്തിവരുന്ന ജന്തുബലിയും ആഭാസകരമാം വിധത്തിലുള്ള പൂര ആഘോഷവും അവസാനിപ്പിച്ചാൽ നാം വന്ന് പ്രതിഷ്ഠ നടത്തി തരാമെന്ന് ഗുരുദേവൻ അവരോട് പറഞ്ഞു. ഗുരുവിൻ്റെ വ്യവസ്ഥകൾ എല്ലാവരും സമ്മതിച്ചു. എന്നാൽ പഴയ പ്രതിഷ്ഠ മാറ്റുന്നതിനും ആഭാസമായ ചടങ്ങുകൾ നിർത്തലാക്കുന്നതിനും സ്ഥലത്തെ കുറെ റൗഡികൾ സമ്മതിച്ചില്ല. പ്രതിഷ്ഠാ ദിവസം ഇവിടെ വലിയ ലഹള ഉണ്ടാക്കാനും പ്രതിഷ്ഠ മുടക്കാനും അവർ തീരുമാനിച്ചു. അതുമാത്രമല്ല, പ്രതിഷ്ഠ നടത്താൻ വരുന്ന സ്വാമികളെ ഉപദ്രവിക്കാനും അവർ എല്ലാവരും കൂടി തീരുമാനിച്ചു. നിശ്ചയിച്ച പ്രകാരം പ്രതിഷ്ഠാ ദിവസം അതിൻ്റെ സമയവുമായി. ആ സമയം ഈ റൗഡികൾ എല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രത്തിലേക്ക് വന്നു. പ്രതിഷ്ഠയ്ക്ക് വന്ന സ്വാമിമാരെവിടെയെന്ന് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു. അവർ അമ്പലത്തിലേക്ക് തള്ളിക്കയറി. പക്ഷേ സ്വാമിയെ നേരിൽ കണ്ട മാത്രയിൽ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം അറിയാതെ താഴെ വീണു. ഗുരുവിനെ എല്ലാവരും നമസ്കരിച്ചു. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ആൾക്കാരില്ലാതെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കരുതോ? ഗുരുദേവൻ അവരോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ, ആവാമേ സ്വാമികളെ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ഗുരുവിനോട് പറഞ്ഞു. അവരുടെ സഹായത്താൽ പ്രതിഷ്ഠാ കർമ്മങ്ങളും മംഗളമായി ഗുരു നടത്തി. 1083 മീനമാസം ഫെബ്രുവരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് ഇവിടെയും ഈ പ്രതിഷ്ഠ നടത്തപ്പെടുന്നത്. ആത്മസഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു വിഷയവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുരുവോം.